എങ്ങനെയുണ്ട് ജാനകി ചേച്ചിയുടെ മൂത്ത മരുമകളുടെ ലീലാവിലാസങ്ങൾ? ചുമ്മാതല്ല, ഓഫീസിലേക്ക് പോവാതെ പാർക്കിലേക്ക് പോണോന്ന് പറഞ്ഞ് ഇവൾ സിദ്ധുവിന് ഇളക്കുന്നത്. ആ, അമ്മയ്ക്കിപ്പോ സംഗതിയുടെ ഗുഡൻസ് മനസ്സിലായോ? ആ, അമ്മയെ അവള് മഹാതന്ത്രശാലിയല്ലേ. സിദ്ധുവിനെ കരുവാക്കി അവക്ക് അവളുടെ കാമുകനുമായി കൂത്താടണം. നിനക്ക് ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടി. ഇവൾ എന്തൊക്കെ കാണിച്ചാലും അതൊക്കെ ഞാൻ അറിയൂ അമ്മേ. അതിനുള്ള നെറ്റ്വർക്കൊക്കെ എനിക്കുണ്ട്. ഏതായാലും ഫോട്ടോ കള്ളം പറയില്ലല്ലോ. ഇത് ഫോട്ടോഷോപ്പോ മോർഫിങ്ങോ ഒന്നും അല്ല. ഒറിജിനൽ. അമ്മേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ, പണം തട്ടിയെടുക്കുകയാണ് ദേവികയും അവളുടെ അമ്മയുടെ ലക്ഷ്യമെന്ന്. സിദ്ധുവിനോട് ദേവികയ്ക്ക് ഒരു കണിക പോലും സ്നേഹമില്ല. അവൾ അവനോട് കാണിക്കുന്ന സ്നേഹവും ശുശ്രൂഷയൊക്കെ വെറും അടവാ. നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള അഭിനയം. അവൾക്കിഷ്ടം ഈ ഫോട്ടോയിൽ കാണുന്ന ഭദ്രനെയാണ്. ഇവനും ഇവളുമായിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി. കല്യാണം കഴിഞ്ഞിട്ടും അവൾ അത് നിർബാധം തുടരുന്നു. ഒന്നും അറിയാത്ത പാവം നമ്മുടെ സിദ്ധുവിനെ മറയാക്കി ഇവൾക്ക് ഇവളുടെ കാമുകനും എന്തു വേണമെങ്കിലും ആവാലോ. ഈ ഭദ്രന് ചേച്ചിയോട് വല്ലാത്ത ഇഷ്ടവും ഭ്രാന്തും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, മേഘമലയിലെ സകലർക്കും അറിയാം. ചേച്ചിയെ കെട്ടിയിട്ടേ അടങ്ങൂന്നും പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുമായിരുന്നു ഭദ്രൻ. അന്നൊക്കെ ഞങ്ങൾ കരുതിയത് അവന് മാത്രമാണ് ചേച്ചിയോട് പ്രേമം ഉണ്ടായിരുന്നതെന്നാ. പക്ഷെ ഈ ഫോട്ടോ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ചേച്ചിക്ക് അവനോട് കടുത്ത പ്രേമാണെന്ന്. ചേച്ചി ഇത്രയ്ക്ക് തരം താഴ്ന്നൊരു പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചിയെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ നാണക്കേട് തോന്നും എനിക്ക്. ഭദ്രനും ചേച്ചിയും തമ്മില് ഈ തരത്തിലൊരു അതിരുവിട്ട ബന്ധമാണുള്ളതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഏത് വിധേനയായിരുന്നാലും സിദ്ധുവേട്ടനും ചേച്ചിയും തമ്മിലുള്ള കല്യാണം ഞാൻ മുടക്കിയേനെ. ഇവരുടെ ഈ ബന്ധത്തെക്കുറിച്ച് ആ ഗോപികയ്ക്ക് എന്തായാലും അറിയാതിരിക്കില്ല. ദേവികേച്ചിയുടെ എല്ലാ കാര്യങ്ങളും അവൾക്കും അറിയാം. കല്യാണം മുടക്കിയാൽ ഈ കുടുംബത്തിൽ നിന്നും അവൾ കണ്ണുവച്ചിരിക്കുന്ന പണം അവക്ക് കിട്ടില്ലല്ലോ. ഇവിടെ നല്ലാതെ ഇത്രയധികം പണം വേറെ എവിടെ നിന്ന് കിട്ടുമേ? മായ പറഞ്ഞതാ ശരി. ഇതെല്ലാം പണത്തിനു നടത്തുന്ന തട്ടിപ്പ് നാടകമാണ്. ഈ നാടകത്തിന് തിരശ്ശീല ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മഹിയേട്ടനും ജാനകിയേട്ടത്തെയും വിചാരിക്കണം. അവരൊക്കെ എങ്ങനെ വിചാരിക്കും? അവരുടെ കണ്ണുകള് ദേവിക മൂടിക്കെട്ടിയിരിക്കല്ലേ, അല്ലേ? നമുക്കിതെല്ലാം പരസ്പരം പറഞ്ഞിരിക്കാന്നേ ഉള്ളൂ. ദേവികയ്ക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള പണവും സ്വത്തും മുഴുവനും സ്വന്താക്കും. എന്നിട്ട് നമ്മളെല്ലാവരെയും ഇവിടുന്ന് അവൾ അടിച്ചിറക്കും. ഇല്ലെങ്കി അമ്മ കണ്ടോ. അച്ഛൻ എന്തിനാ ദേവിക ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ അനാവശ്യമായ വൃത്തികേടുകൾ പറയുന്നത്? ഗോപിക പറയുന്നത് ശരി. ഗോപിക ചോദിക്കുന്നതിന് അച്ഛൻ മറുപടി പറയണം. ആരാ അച്ഛൻ ഈ ഫോട്ടോ അയച്ചു തന്നത്? അയച്ച ആളുടെ പേര് ഈ ഫോണിൽ കാണുമല്ലോ. അച്ഛനത് കാണിക്കേ. അത് ശരി, നിങ്ങൾ കാണിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഈ ഫോണിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഏതൊരു അൺനോൺ നമ്പറിൽ നിന്നാണ് ഫോട്ടോ അയച്ചിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യാത്തത് കൊണ്ട് ഫോട്ടോസ് എല്ലാം മാഞ്ഞു പോയിരിക്കാം. മാഞ്ഞുപോയോ? ആ, മാഞ്ഞുപോയി. ഇതേതോ നെറുകെട്ടവന്മാരുടെ പ്രവൃത്തിയാ. ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന
അനാവശ്യമായ ഫോട്ടോകൾ എടുത്ത് അയക്കുന്ന ധാരാളം ഫ്രോഡുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതുപോലെ ആരെങ്കിലും ആയിരിക്കും ഇത്. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഏതായാലും ഈ വിഷയം വെറുതെ വിടാൻ പാടില്ല. ഇതിന്റെ പിന്നിൽ ആരായാലും അവരെ കണ്ടെത്തണം. സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കണം. ആരും വരണ്ട, ഞാൻ തന്നെ നേരിട്ട് പോയി പരാതി കൊടുത്തോളാം. ചേച്ചി, അച്ഛൻ കാണിച്ച അവിവേകത്തിന്, അച്ഛൻ കാരണം ചേച്ചിക്കുണ്ടായ പ്രയാസത്തിന്, എല്ലാത്തിനും ഞാൻ ചേച്ചിയോട് മാപ്പ് ചോദിക്കുക. മാപ്പ്. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി. ചേച്ചി ഇത് മറക്കണം പ്ലീസ്.